മലമ്പുഴ മണ്ഡലത്തെ ഇളക്കിമറിച്ച് BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ. 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങൾ അകമ്പടിയോടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ തവണ 6 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിയ മണ്ഡലത്തിൽ അതിവേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഇത്തവണ C. കൃഷ്ണകുമാർ പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇവരുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ദൃശ്യങ്ങളിൽ കാണാം 100 കണക്കിന് ഇരുചക്ര വാഹന അകമ്പടിയോടെ ഇപ്പോൾ റോഡ് ഷോ നടക്കുകയാണ്. വിവരങ്ങൾ. തീർച്ചയായിട്ടും മലമ്പുഴ മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ഇപ്പോൾ BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെയും മറ്റുമൊക്കെ അകമ്പടിയോടുകൂടിയാണ് ഈ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മലമ്പുഴ മണ്ഡലം. കാരണം നമുക്കറിയാം, മലമ്പുഴ മണ്ഡലം എന്നുള്ളത് കഴിഞ്ഞ തവണ 6 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിയ മണ്ഡലമാണ്. അവിടെ ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും BJPയുടെ മുന്നിലില്ല, NDAയുടെ മുന്നിലില്ല. സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ചേരുന്നുണ്ട്. വലിയ രീതിയിലൊരു ആദ്യ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2000-3000 ഇരുചക്ര വാഹനങ്ങൾ നമ്മുടെ പുറകിലായിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം പ്രതീക്ഷയും ആത്മവിശ്വാസത്തിലുമാണ്? അല്ല, മലമ്പുഴ ഇത്തവണ ഒരു മാറ്റത്തിന് തയ്യാറായിരിക്കുകയാണ്. 60 വർഷക്കാലത്തെ 6 പതിറ്റാണ്ടിലെ ഇടതുപക്ഷ ജനപ്രതിനിധികളുടെ അവരുടെ വികസന മുരടിപ്പിനെതിരായിട്ടുള്ള വലിയൊരു വികാരമാണ് മലമ്പുഴയുടെ മണ്ണിലുള്ളത്. മലമ്പുഴയിലെ ജനങ്ങൾ ഒരു മാറ്റത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ആവേശമാണ് ഈ റോഡ് ഷോയിൽ കാണുന്നത്. എന്താണ് പ്രധാനമായിട്ടും BJP മുന്നോട്ട് വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പിൽ? അതായത് വികസനം തന്നെയാണോ പറയുന്നത്? ഒപ്പം മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയാണ് വോട്ടർമാരോട്? അല്ല, NDA കേരളത്തെ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം വെക്കുന്നതോടൊപ്പം തന്നെ മലമ്പുഴയിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വികസിത മലമ്പുഴ എന്നുള്ള കാഴ്ചപ്പാടാണ്. 6 പതിറ്റാണ്ടായിട്ട് മലമ്പുഴയിലെ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട വികസനം, ആ വികസനം കൊണ്ടുവരാനുള്ള ഒരു വേദിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്നാണ് ഞങ്ങൾ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഈ മലമ്പുഴയിൽ അകത്തേത്തറ പഞ്ചായത്തിൽ 38 വർഷത്തെ CPMന്റെ ഭരണം അവസാനിപ്പിച്ച് BJP അധികാരത്തിലേറി. ഒപ്പം നമ്മളിപ്പോൾ ഈ റോഡ് ഷോ കടന്നു പോകുന്ന എലപ്പുള്ളി പഞ്ചായത്താണെങ്കിലും തൊട്ടടുത്തുള്ള കൊടുമ്പാണെങ്കിലും ഒക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് സീറ്റുകൾ നേടിക്കൊണ്ട് ഒരുപാട് മെമ്പർമാരെ വിജയിപ്പിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ടോ? അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിൽ 38 വർഷത്തെ ഇടതുപക്ഷ CPM ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് അകത്തേത്തറയിലെ ജനങ്ങളെ NDA BJP അവിടെ അധികാരത്തിലെത്തിച്ചത്. മലമ്പുഴ പഞ്ചായത്തിൽ ഞങ്ങൾ പ്രധാന പ്രതിപക്ഷമാണ്. മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റമാണ് NDA കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. അത് വ്യക്തമാക്കുന്നത് മലമ്പുഴയിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അതിനുള്ള ഒരു വേദിയായിട്ട് തെരഞ്ഞെടുപ്പ് മാറും. ഈ വികസന മുരടിപ്പ് ജനങ്ങൾ തിരിച്ചറിയുന്നുള്ളത് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും വികസന മുരടിപ്പിൻ്റെ അതിനുള്ള പ്രതിഷേധമാണ് അവർ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അകത്തേത്തറ പഞ്ചായത്തിൽ നടത്തിയത്. അവിടുത്തെ നടക്കാവ് മേൽപ്പാലം 8 വർഷമായിട്ടൊരു മേൽപ്പാലം പണിയാൻ പോലും സാധിക്കാത്ത ഭരണത്തിനെതിരായിട്ടായിരുന്നു അവിടുത്തെ വോട്ട്. ജനപ്രതിനിധികൾക്കെതിരായിട്ടുള്ള, ഇടതുപക്ഷ ജനപ്രതിനിധിക്കെതിരായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള വോട്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ഈ കോൺഗ്രസിനൊരു സ്വന്തം പാർട്ടിയിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അവർ VS അച്യുതാനന്ദന്റെ മുൻ PA സുരേഷിനെയൊക്കെയാണ് മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കേൾക്കുന്നത്. അപ്പോൾ അതും BJPക്ക് ഗുണമായി മാറുന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും മലമ്പുഴയിലെ ജനങ്ങൾ കോൺഗ്രസിനെ ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് കാണുന്നില്ല. കോൺഗ്രസിനെ അവർ കാണുന്നത് CPMന്റെ B ടീമായിട്ടാണ്. ഒരു കാലത്ത് നല്ല ഒരു പ്രധാന പാർട്ടിയായിരുന്ന കോൺഗ്രസ് ഇന്ന് മലമ്പുഴയിൽ 3ാം സ്ഥാനത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം 3ാം സ്ഥാനത്തായിരിക്കുകയാണ്. കോൺഗ്രസിന് CPMനെ നേരിടാൻ കഴിയില്ല എന്നും CPMന് ബദൽ മലമ്പുഴയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA ആണെന്നും മലമ്പുഴയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അത് തന്നെയാണ്. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് യുവാക്കൾ ഇങ്ങനെ ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെ ഈ റോഡ് ഷോയിൽ അവരൊക്കെ എത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത്രത്തോളം യുവാക്കൾ ഇങ്ങനെ അണിനിരക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പുറകിൽ കാണാൻ സാധിക്കും എത്രത്തോളം യുവാക്കളാണ് ഇവിടെ ഇങ്ങനെ അണിനിരക്കുന്നത്. ഇവരോട് തന്നെ ചോദിക്കാം, നിങ്ങൾ ഇത്തവണ വലിയ വിജയപ്രതീക്ഷയിലാണ്? അതെ, ഇത്തവണ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്.
മലമ്പുഴ ഇത്തവണ ഞങ്ങൾ പിടിച്ചിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. തന്നെയാണ് മലമ്പുഴ ഇത്തവണ എന്തായാലും തങ്ങൾ പിടിച്ചിരിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് യുവാക്കൾ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2000, 3000 ഇരുചക്ര വാഹനങ്ങൾ ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട്, റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇത്രത്തോളം ഇരുചക്ര വാഹനങ്ങളുമായിട്ട് യുവാക്കൾ ഉൾപ്പെടെ എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ഈ ആദ്യ ഘട്ട പ്രചരണ സമയത്ത് തന്നെ എത്രത്തോളം ഓളമുണ്ട് ഈ മണ്ണിൽ, എത്രത്തോളം ഓളത്തിലാണ് അല്ലെങ്കിൽ എത്രത്തോളം ആവേശത്തിലാണ് ഈ BJP പ്രവർത്തകർ എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതായാലും നേരത്തെ കഴിഞ്ഞ തവണ 1.5 ലക്ഷത്തിലേറെ വോട്ട് നേടിയ മണ്ഡലമാണ്. ആ 1.5 ലക്ഷത്തിലേറെ വോട്ട് നേടി വിജയിക്കാൻ കഴിഞ്ഞ 2ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞ മണ്ഡലത്തിൽ ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും BJPയുടെ മുന്നിൽ ഇല്ല എന്നുള്ളതിനാണ്. നമുക്ക് അവരോട് എത്രത്തോളം ആവേശത്തിലാണ് ഇത്തവണ എന്തായാലും താമര വിരിയുന്നുള്ളതിനാണ്. 100% താമര മലമ്പുഴ വിരിയിച്ചിരിക്കും ഞങ്ങൾ, അത്രയും പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുന്നത്. ഓരോരുത്തരുടെയും ആ ഒരു ആവേശം നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഏതായാലും സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ ആവേശത്തിൽ തന്നെ മലമ്പുഴയിലെ മണ്ണിൽ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം 2016 സി കൃഷ്ണകുമാർ മലമ്പുഴയിൽ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് വരുന്നത്. അന്ന് VS അച്യുതാനന്ദനെതിരെ മത്സരിച്ചിട്ട് പോലും അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അന്നും വോട്ട് ിച്ചുകൊണ്ട് 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിക്കൊണ്ട് 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏതാനും വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ ഈ ഒരു മണ്ഡലം BJPക്ക് ലഭിക്കാതെ പോയത്. ഇത്തവണയാണെങ്കിൽ ശക്തമായ മണ്ഡലത്തിൽ ഈ ഒരു ജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് പൊതുവിലെ പറയുന്നത്. കാരണം ഒന്ന്, ഈ മണ്ഡലത്തിൽ വികസനം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സാഹചര്യമുണ്ട്. പലപ്പോഴും ഈ മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഇപ്പോഴും കൃത്യമായി കുടിവെള്ളം എത്താത്ത പ്രശ്നങ്ങളുണ്ട്. മണ്ണ് റോഡുകൾ അത് ധാരാളമുള്ള ജില്ലയിലെ തന്നെ ഒരു മണ്ഡലമാണ് മലമ്പുഴ മണ്ഡലം എന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മണ്ഡലത്തിൽ അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം VS അച്യുതാനന്ദൻ തറക്കല്ലിട്ട പാലമാണ്. ഇതുവരെയും അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല, അതിപ്പോഴും യാഥാർത്ഥ്യമാവാതെ കിടക്കുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. മലമ്പുഴ ബസ് സ്റ്റാൻഡ് അതൊരു പ്രേതസ്മാരകം പോലെ കിടക്കുന്നു എന്നുള്ളതാണ് പൊതുവെ ഒരു വിമർശനമായിട്ട് ഉയരുന്ന സാഹചര്യം. അതുപോലെ മലമ്പുഴയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കാട്ടാനയും കാട്ടുപന്നിയും ഒക്കെ അവരുടെ കൃഷി നശിപ്പിക്കുന്നത് തുടർക്കഥയാണ്. അതിനൊപ്പം തന്നെ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി നിരവധി ആളുകളുടെ ജീവൻ അപഹരിച്ചത് ഈ മണ്ഡലത്തിലാണ്. ഒരു മാധ്യമപ്രവർത്തകന്റെ ഉൾപ്പെടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് കൂടി ദുഃഖത്തോടെ പറയേണ്ടിയിരിക്കുന്നു. അതിനാണ് അരുൺ, മലമ്പുഴ മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ട് BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. 100 കണക്കിന് ഇരുചക്ര വാഹന നടപടിയോടെയാണ് റോഡ് ഷോ പുരോഗമിക്കുന്നത്. വിവരം നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.